വെൽക്കം ബാക്ക് ട്രാവൽകൂർ സിനിമാസ്. ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് പറയാൻ പോകുന്നത് തിയേറ്ററിൽ റിലീസായി വലിയ കുഴപ്പമില്ലാത്ത പ്രേക്ഷക ശ്രദ്ധയ്ക്ക് നേടി ഓടിയ ഒരു സിനിമ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ റൈഫിൾ ക്ലബ്ബ് എന്ന ഒരു വെടിപ്പടം ഇപ്പോൾ അവൈലബിൾ ആണ് നെറ്റ്ഫ്ലിക്സിൽ. ഈ ഒരു സിനിമ ഞാൻ കണ്ടു. എനിക്ക് തോന്നിയ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എൻഗേജ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സിനിമ തന്നെയാണ്. ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആഷിഖ് അബു ആണ്. മലയാളത്തിലെ ഒട്ടുമിക്ക താരനിരകൾ ഈ ഒരു സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. സുരഭി, ഹരീഷ് പോത്തൻ, വിജയരാഘവൻ, വിനീത്, ഇങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഈ ഒരു സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. അത്യാവശ്യം എൻഗേജ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ കുത്തി തിരികെ കയറ്റിക്കൊണ്ടുള്ള ഒരു സിനിമയാണ്. ഒരു ക്ലബിനെ ബേസ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു കഥയാണ്. അത്യാവശ്യം മടുപ്പില്ല, ആരെയും മടുപ്പിക്കില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കാടിലൊക്കെ കയറുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല BGM ഒക്കെ ഇട്ട് സംഗതിയൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഒരേ ഒരു കാര്യമാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമയുടെ ഡയറക്ടർ ആഷിഖ് അബു, ഇയാൾ നല്ല രീതിയിൽ ഒത്തിരി പണിയെടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി. അത് 100% ഗ്യാരണ്ടി ആയിട്ട് ഈ ഒരു സിനിമ കാണുന്ന ഏതൊരു പ്രേക്ഷകനും തോന്നുന്ന ഒരു കാര്യമാണ്. അത്യാവശ്യം വയലൻസ് നിറഞ്ഞൊരു സിനിമയാണ്. ഒരു ആവറേജ് മൂവിയായിട്ട് ഈ ഒരു സിനിമയെ നമുക്ക് കൂട്ടാവുന്നതാണ്. ഈ ഒരു സിനിമ മസ്റ്റ് വാച്ച് ആണ് എന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. ചുമ്മാ നമ്മൾ ബോറടിച്ചിരിക്കുമ്പോൾ ഒരു വെടിപ്പടം കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഈ ഒരു സിനിമ ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ചിത്രം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒരു പ്രാവശ്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം പരിഗണിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരു പ്രാവശ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.